ഇന്ന് നമുക്ക് ത്രയം എന്ന സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഓരോ രാത്രിയും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇതുപോലെയും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും. ഒരു ദിവസം രാത്രി നടക്കുന്ന സംഭവം. പല പുരുഷന്മാരെയും പ്രണയിച്ച് അവരോടൊപ്പമുള്ള ഫോട്ടോയും വീഡിയോയും വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് തട്ടുന്ന ഒരു പെൺകുട്ടി. എന്നാൽ ഒരു രാത്രി അവൾ പ്രണയിച്ച 2 പുരുഷന്മാരെ കണ്ട് കാശ് ഒപ്പിക്കാനായിട്ട് അവൾ പോകുന്നു. ആ രാത്രി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളും അവൾക്ക് സംഭവിക്കുന്നു. ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളാണുള്ളത്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ആർജെ ആണെങ്കിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആർജെ പറയുന്നത്, രാത്രി കാലങ്ങളിൽ എല്ലാവരും ഓരോരോ ജോലികളല്ലേ ചെയ്യുന്നത്. പല പല കാര്യങ്ങൾ രാത്രി നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തർക്കും രാത്രി നടക്കുന്ന അനുഭവങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്നാണ് FM-ലൂടെ പറയുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് രാത്രി സമയത്ത് തന്റെ തൊഴിലിനായി ഇറങ്ങുന്ന സരോജയാണ് കാണിക്കുന്നത്. സരോജയെ എന്നും ഓട്ടോയിൽ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോക്കാരനുണ്ട്. അവൾ ഒരുങ്ങി സുന്ദരിയായി ഓട്ടോയിൽ കയറി പോവുകയാണ്. എന്നിട്ട് ഈ ഒരു ഓട്ടോക്കാരനാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് പോകുന്നതും. മറ്റൊരു വശത്ത് വിജയും ഗ്യാങ്ങിനെയും കാണിക്കുന്നു. ഈ വിജയാണ് വണ്ടി ഓടിക്കുന്നവൻ. വിജയുടെ കൂട്ടുകാരാണ് അതിനകത്തിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം വിജയുടെ കാമുകിയായ അഞ്ജലിയാണെങ്കിൽ കൂടെയുള്ള ഒരുത്തനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ എന്തായാലും നമുക്ക് കാശിന് കുറച്ച് അത്യാവശ്യമാ. ദേ അഞ്ജലി ഇങ്ങോട്ട് വിളിക്കുക. വിട് അഞ്ജലിയുടെ വീട്ടിലേക്ക് വണ്ടി വിട്. നമുക്ക് ആവശ്യമുള്ള കാശ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാമെന്നും വിജയുടെ കൂട്ടുകാരൻ പറയുന്നു. എന്നാൽ വിജയ്ക്കാണെങ്കിൽ അതിൽ ചെറിയൊരു സങ്കടമൊക്കെയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സോളമൻ എന്നൊരാളിനെയാണ്. ഈ സോളമനാണെങ്കിൽ എന്തൊക്കെയോ ബിസിനസ് നടത്തുകയാണ്. അതും ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സാണ്. അതിന്റെ ആളിനെയൊക്കെ വന്ന് കാണുന്ന സമയത്ത് അയാൾ പറയുന്നത്, ദേ പുറത്തൊരു കാറ് കിടപ്പുണ്ട്. ആ കാറ് ഞാൻ പറയുന്നിടത്ത് നീ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അതിലൊരു സാധനവും ഉണ്ടെന്നും സോളമനോട് അയാൾ പറയുന്നു. അങ്ങനെ സോളമൻ പറഞ്ഞതുപോലെ തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം കാണിക്കുന്നത് കഥാനായികയായ എൽസയാണ്. എൽസ കുറച്ച് വിഷയമാണ്, അത് വഴിയെ മനസ്സിലാകും. ഈ എൽസയാണെങ്കിൽ അന്നേ ദിവസം താമസിച്ചത് കൂട്ടുകാരിയായ നീനയ്ക്കൊപ്പമായിരുന്നു. ഇതെല്ലാം ഒരു ദിവസം രാത്രി നടക്കുന്ന കാര്യങ്ങളാണേ. അങ്ങനെ അന്നേ ദിവസം രാത്രി തന്നെ എൽസയാണെങ്കിൽ നീനയോട് യാത്ര പറഞ്ഞ് പോകുവാനായി ഇറങ്ങുകയാണ്. എന്തായാലും ഇന്നുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കും, അതിനാ ഞാൻ പോകുന്നത്. എനിക്ക് കുറച്ച് കാശും ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് എൽസ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് നായകനായ ആഷിഖിനെ കാണിക്കും. ആഷിഖാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലും, അതും അതേ ദിവസം രാത്രി തന്നെ. ആഷിഖിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ആഷിഖാണെങ്കിൽ മറ്റൊരാളിനെ കണ്ടിട്ട് അയാളുടെ കയ്യിൽ നിന്നും തോക്കും വാങ്ങിയിട്ടാണ് പോകുന്നതും. എന്നാൽ അതേസമയം ആഷിഖിനാണെങ്കിൽ എൽസയുടെ കോള് വരും. ആ കോള് കാണുന്നതും ആഷിഖ് വല്ലാതെ പേടിക്കുവാനായും തുടങ്ങുകയാണ്. മറ്റൊരു വശത്ത് ജോമോൻ എന്ന ആളിനെയാണ് കാണിക്കുന്നത്. ഈ ജോമോന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഈ ജോമോനും എൽസയുടെ കോള് വരുന്നു. ജോമോനാണെങ്കിൽ കോൾ എടുക്കത്തേയില്ല. അത് കാണുന്ന വൈഫ് ചോദിക്കുന്നത്, കുറെ ദിവസമായല്ലോ ഈ പെണ്ണിന്റെ കോള് നിങ്ങൾക്ക് വരുന്നത്. എന്നെ ചതിക്കുവാനായി നോക്കുകയാണോ? ഒന്നുകിൽ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെന്തോ പരിപാടിയാണെന്നും അവൾ പറയുമ്പോൾ, ഒന്നുമില്ല, ഇത് ഒരാവശ്യത്തിന് അവൾ വിളിക്കുന്നതാ, അല്ലാതെ വേറൊന്നുമല്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ജോമോനാണെങ്കിൽ തന്റെ ഭാര്യയെ അകത്തേക്ക് പറഞ്ഞുവിടും. എന്നാലും വീണ്ടും വരുന്ന കോളുകളൊന്നും ജോമോൻ എടുക്കുന്നതേയില്ല. അതേസമയം തന്നെ എൽസയാണെങ്കിൽ അവരുടെ 2 പേരുടെയും കുറച്ച് പ്രൈവറ്റ് ഫോട്ടോസ് എല്ലാം ജോമോൻ അയക്കുന്നുണ്ട്. നീ എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് എല്ലാം നിന്റെ ഭാര്യയെ കാണിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് എൽസയുടെ സഹോദരനായ വിൻസെന്റിനെയാണ്. വിൻസെന്റ് ആണെങ്കിൽ കാറിൽ വരുന്നു. പക്ഷെ വിൻസെന്റിനാണെങ്കിൽ ഒട്ടും മനസ്സമാധാനമേ ഇല്ല. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എൽസയെ ഓർത്താണോ നീ സങ്കടപ്പെടുന്നത്? അതിന് മറുപടിയായി വിൻസെന്റ് പറയുന്നത്, അത് തന്നെയാ കാരണം. അവൾക്ക് ജോലിയൊന്നുമില്ല, പക്ഷെ അവളുടെ കൈ നിറച്ച് കാശാണ്. ഇതെങ്ങനെയാണ് ഒപ്പിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന സംശയം വിൻസെന്റിന് നന്നായുണ്ട്. സരോജയെ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിയിട്ട് പോയില്ലേ. സരോജയാണെങ്കിൽ തന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതേ സമയമായിരുന്നു വിജയും ഗ്യാങ്ങും അതുവഴി പോയത്. ആ ഒരു വണ്ടിയിൽ മുഴുവൻ 5 പേരുണ്ട്. വിജയാണ് വണ്ടി ഓടിക്കുന്നതും. സരോജയെ കണ്ടതും വണ്ടി നിർത്തുവാനായി വിജയോട് കൂട്ടുകാർ പറഞ്ഞു. എന്നിട്ട് 4 പേരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി. അതിൽ വിനയ്ക്കും ആദിക്കും സരോജയെ കണ്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ്. എന്നാലാണെങ്കിൽ സരോജയ്ക്ക് വല്ലാത്ത ടെൻഷനും. 5 പേരെ കണ്ടതും അവൾ വല്ലാതെ പേടിക്കുവാനായി തുടങ്ങി. അപ്പോൾ ഒരു വയസ്സായ ഒരാളാണെങ്കിൽ അവിടെ വന്ന് സരോജയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതായിരുന്നു സരോജയുടെ കസ്റ്റമറും. അത് കാണുന്ന വിനയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അതേസമയം അഞ്ജലിയുടെ കോൾ വരുന്നു.
വിനയ് ഉടനെ തന്നെ വിജയോട് പറയും, ഡാ നിന്റെ കാമുകി ദേ വിളിക്കുന്നു, ബാ പോയി നമുക്ക് പൈസ വാങ്ങാന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നതും. ബാക്കിയുള്ളവരെല്ലാവരും പുറത്തു നിൽക്കവേ വിനയാണ് കാശ് വാങ്ങുവാനായിട്ടും അഞ്ജലിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് ചെല്ലുന്നതും. അഞ്ജലിയാണെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് കാശ് എടുത്തുകൊണ്ടുവന്ന് വിനയ്ക്ക് കൊടുക്കുന്നതും. ദേ ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്, ഇതോടുകൂടി അവസാനിപ്പിച്ചോളണം. നിന്റെ കൂട്ടുകാരനെ പ്രണയിച്ചത് എന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു, അതിന് ഞാനിപ്പോൾ അനുഭവിക്കുകയല്ലേ. ആ വീഡിയോ കാരണം എന്റെ മനസമാധാനമേ നഷ്ടമായി എന്ന് പറയുമ്പോൾ വിനയാണെങ്കിൽ ഇനി എന്തായാലും നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അവൻ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുക. ദേ ഈ ഫോണിലല്ലേ നിന്റെ വീഡിയോസ് ഉള്ളത്, ദേ അതെല്ലാം ഞാൻ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യുക. ഇനി നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നും വിനയ് വാക്കു കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ സമാധാനത്തോടു കൂടി അഞ്ജലി തന്റെ വീട്ടിലേക്കും കയറിപ്പോയി. പണവുമായി എത്തുന്ന വിനയെ കാത്ത് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരാണെങ്കിൽ എന്തായടാന്ന് ചോദിക്കുമ്പോൾ വിനയാണെങ്കിൽ ദേ കാശ് കിട്ടി, നമുക്ക് അടിച്ചു പൊളിക്കണമെന്നും പറയും. അത് കേൾക്കുന്ന വിജയ് പറയുന്നത്, എന്തായാലും കാശ് കിട്ടിയില്ലേ, കുറെ നാളായില്ലേ നീ കാശ് വാങ്ങാൻ തുടങ്ങിയിട്ട്, നീ വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നല്ലേ പറയുന്നത്, ഇതോടെ അവസാനിപ്പിച്ചേക്കണമെന്ന് വിനയോട് വിജയ് പറയുന്നു. എന്നാൽ വിജയ് പറയുന്നത്, എവിടെ അവസാനിപ്പിക്കാനാ, ഞാനേ ഈ ഫോണിലെ വീഡിയോ മാത്രമേ ഡിലീറ്റ് ചെയ്തുള്ളൂ, എന്റെ വേറെ ഫോണിൽ വീഡിയോ കിടപ്പുണ്ടെന്നും വിനയ് പറയുന്നു. അവനാണ് ഇതിന് പിന്നിലെല്ലാം ഉള്ളത്. വിജയ് കൊണ്ടിത് ചെയ്യിക്കുന്നതെല്ലാം ഈ വിനയ് തന്നെയായിരുന്നു. അവനിത് നിർത്തുവാനൊന്നും ഉദ്ദേശമില്ല. കാശ് എപ്പോൾ തീരുന്നോ അപ്പോൾ വീണ്ടും അഞ്ജലി ബുദ്ധിമുട്ടിക്കും. ഒരു 6 മാസം അവൾ സമാധാനത്തോടെ നടക്കട്ടെ എന്നായിരുന്നു അവരുടെ പ്ലാൻ. അത് കഴിഞ്ഞ് അവർ നേരെ വണ്ടിയും എടുത്ത് പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ആ സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയം. എന്നാൽ ആ സൂപ്പർ മാർക്കറ്റിനുള്ളിലാണെങ്കിൽ നമ്മുടെ നായകനായ ആഷിഖ് നിൽക്കുന്നുണ്ട്. ആഷിഖ് ആ കടയിൽ ജോലി ചെയ്യുന്ന തന്റെ കൂട്ടുകാരിയായ ജാസ്മിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് വിജയും ഗ്യാങ്ങും സാധനമൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്കും പോകുന്നു. വീണ്ടും അവർ വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അവിടെ കാറിലിരിക്കുകയായിരുന്ന എൽസയെ കാണുന്നു. എൽസയുടെ കാറാണെങ്കിൽ എന്തോ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. അത് കാണുന്ന വിനയ് ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കൂടെ ആദ്യം ചേരുന്നു. പക്ഷെ ഇതൊന്നും വിജയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എന്നാൽ എന്തോ ഭാഗ്യത്തിന് എൽസയുടെ കാർ സ്റ്റാർട്ടാവുകയും അവൾ അവിടെ നിന്ന് കാറും എടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അഞ്ജലിയുടെ കാമുകനായ വിജയ് ഉണ്ടല്ലോ, വിജയ് ആണെങ്കിൽ വിനയോടൊക്കെ പറയും, എന്തായാലും ആ ഇനിയുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾ ഡിലീറ്റ് ചെയ്യ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാശ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിനയ് പറയുന്നത്, എടാ ഒരു 6 മാസം വരെ നമ്മുടെ കയ്യിൽ കാശ് കാണും, അത് കഴിഞ്ഞ് കാശിന് അത്യാവശ്യം വന്നാൽ ഈ വീഡിയോ വെച്ച് വേണം അവളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങാനെന്നൊക്കെ അവന്മാര് പറയുന്നു. എന്നിട്ട് ആദ്യമാണെങ്കിലോ, എടാളിയ ഒന്നുകൂടി ആ വീഡിയോ ഒന്ന് കാണിച്ചു തന്നെ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും വിജയും തമ്മിലുള്ള വീഡിയോ ആണെങ്കിൽ അവനിട്ട് കാണുകയാണ്. അതെല്ലാം കാണുന്ന വിജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം. ഈ വിജയ് ആണെങ്കിൽ നല്ല സിൻസിയർ ആയിട്ടാണ് അഞ്ജലിയെ പ്രണയിച്ചതും. ദേ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്നു. എന്നാൽ അവർ പ്രണയിക്കുന്ന സമയത്ത് അവരെടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ കൂട്ടുകാരന്മാരിട്ട് കളിക്കുന്നതും. ഇങ്ങനെയുള്ളൊരു കൂട്ടുകാരന്മാരോടെ ആണല്ലോ താൻ കൂട്ടുകൂടിയത് എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് വിജയ്. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമായിരുന്നു. അതേസമയം തന്നെയാണ് ഇവർ കാർ ഓടിച്ചു വരുന്ന സമയത്ത് ദേ വണ്ടിയുടെ മുന്നിലായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയതുമില്ല. അവളെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നേരത്തെ കാറിലിരുന്ന നമ്മുടെ കഥാനായികയ എൽസ തന്നെയായിരുന്നു. എൽസയാണെങ്കിൽ ആക്സിഡന്റ് പറ്റി ചോര വാർന്നൊലിച്ച വല്ലാത്തൊരവസ്ഥയിലാണ്. അവന്മാരും കാർ അവിടെ ഒതുക്കും. അതേസമയം തന്നെ ആഷിഖും അവിടേക്ക് ഓടി വരുന്നു. ആഷിഖാണെങ്കിൽ എൽസയെ നോക്കുന്ന സമയത്ത് അവൾ മരിക്കുകയും ചെയ്തിരുന്നു. ആഷിഖ് തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് അവന്മാർക്ക് നേരെ നീട്ടും. അപ്പോൾ അവരാണെങ്കിൽ പേടിച്ച് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നേരത്തെ കാറിലിരുന്ന എൽസ എങ്ങനെ ഇവിടെ എത്തി എന്നൊരു ചോദ്യം വരുമല്ലോ, അതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കും. പിന്നീട് ഏകദേശം 1 മണിക്കൂർ മുൻപ് നടന്ന സംഭവമാണ് കാണിക്കുന്നത്. ആഷിഖാണെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന സമയം തന്റെ കൂട്ടുകാരിയായ ജാസ്മിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആഷിഖ് തോക്കൊക്കെ വാങ്ങിയിട്ട് നേരെ വന്നത് ജാസ്മിനെ കാണുവാനായിട്ടാണ്. എന്നിട്ട് ജാസ്മിനോട് തന്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്താണ് കാരണമെന്നാൽ ഈ ആഷിഖും എൽസയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത വീഡിയോസും ഫോട്ടോയും വെച്ച് ദേ ഇപ്പോൾ എൽസയാണെങ്കിൽ ആഷിഖിനെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോൾ അവസാനമായിട്ട് കാശ് ചോദിച്ചിരിക്കുന്നു. എന്നാൽ ആഷിഖിന്റെ കയ്യിലാണെങ്കിൽ അത്രയ്ക്കും കാശൊന്നും ഇല്ലാത്തതിനാൽ ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ജാസ്മിൻ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. നീ എനിക്ക് കുറച്ച് കാശ് തരണം, എൽസയെ സെറ്റിൽ ചെയ്യുവാനായിട്ടാണെന്നും ആഷിഖ് പറയുന്നു. എന്നാൽ ഈ ജാസ്മിൻ ആണെങ്കിൽ ഒൺസൈഡായിട്ട് ആഷിഖിനെ പ്രണയിക്കുകയാണ്. പക്ഷേ അത് ആഷിഖിന് അറിയത്തില്ല. ആഷിഖാണെങ്കിൽ ഒരു പ്ലാൻ പറയും. എന്തെന്നാൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ കള്ളൻ കയറിയതായിട്ട് വരുത്തി തീർത്തിട്ട് അവരുടെ കൈവശം അന്നേ ദിവസം പിരിഞ്ഞു കിട്ടിയ ഒരു എമൗണ്ട് കാണുമല്ലോ, ആ എമൗണ്ട് ആഷിഖിന് കൊടുക്കണം. അത് ജാസ്മിനെ കൊണ്ടേ പറ്റൂ. എന്നിട്ട് അത് കള്ളൻ കയറിയതാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ആഷിഖ് ജാസ്മിന്റെ ദേഹത്ത് കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടാക്കുമെന്നും ജാസ്മിനോട് പറയുന്നു.
അവൾക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അവിടെ CC ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഓഫ് ചെയ്യുവാനായിട്ടും ആഷിക്ക് പറയുന്നുണ്ട്. അവരത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു വിജയും ഗ്യാങ്ങും അവിടേക്ക് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നതും. വീണ്ടും ആഷിക്ക് ജാസ്മിനോട് നീ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽപ്പെങ്കിലും ചെയ്യില്ലേ എന്ന് ചോദിക്കും. മനസ്സില്ലാ മനസ്സോടെ ജാസ്മിൻ അതിന് സമ്മതിച്ചു. അതേ സമയത്തായിരുന്നു എൽസയും അവിടേക്ക് വന്നതും. എൽസ ജാസ്മിൻ അടുത്തു നിന്നും ആഷിക്കിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ കാശ് എന്തായെന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ട് അവനോട് ചോദിക്കുന്നു. ഞാൻ നിനക്ക് കാശ് തരാം, നീ ഹൈവേയിൽ വെയിറ്റ് ചെയ്, ഞാൻ അവിടേക്ക് വരാം, ഇവിടെ വെച്ച് പറ്റില്ല എന്നും ആഷിക്ക് എൽസയോട് പറഞ്ഞു. എന്നിട്ട് എൽസയെ അവിടെ നിന്നും കാറിൽ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ആഷിക്ക് ജാസ്മിൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നത് നിന്റെ ദേഹത്ത് ഞാൻ മുറിവുണ്ടാക്കാം, എന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി തറയിലിടാം, CC ക്യാമറയും ലൈറ്റും എല്ലാം നീ ഓഫ് ചെയ്യണം, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ നീ ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കണമെന്നും പറയുന്നു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ട് ജാസ്മിന്റെ കയ്യിൽ ചെറിയൊരു മുറിവുമുണ്ടാക്കി അന്നേ ദിവസം കിട്ടിയ കളക്ഷനുമായിട്ട് ആഷിക്ക് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ജാസ്മിൻ ആണെങ്കിൽ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആഷിക്കാണെങ്കിൽ എൽസയെ കാണുവാനായിട്ട് പോവുകയായിരുന്നല്ലോ. അപ്പോൾ നീനയുടെ ഒരു കോൾ ആണെങ്കിൽ ആഷിക്കിന് വരും. എൽസ എന്നെ വിളിച്ചിരുന്നു, നീ ജോമോനെ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ ജോമോൻ ആയിരുന്നാൽ ആഷിക്കിന്റെയും കൂടി കൂട്ടുകാരനാണ്. എന്നാൽ ജോമോനും ആഷിക്കും ഇപ്പോൾ നല്ല ശത്രുക്കളാണ്. എന്നിട്ട് നീന പറയുന്നത് എന്നെ വിളിച്ചിട്ട് എൽസ പറഞ്ഞത് ആകെ പ്രശ്നമായി, നീയും ജോമോനും തമ്മിൽ കണ്ടിരുന്നു, അപ്പോൾ എൽസയും ജോമോനും തമ്മിലുള്ള ബന്ധം നീ അറിഞ്ഞു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, സത്യമാണോന്നും ചോദിക്കുന്നു. അത് കേട്ടതും ആഷിക്കിനൊരു കാര്യം മനസ്സിലായി. ആഷിക്കിനെ പോലെ തന്നെ അവൾ വേറെയും ഒരുപാട് പേരെ പറ്റിക്കുന്നു, ജോമോനെയും അവൾ പറ്റിക്കുന്നു എന്ന കാര്യം ആഷിക്കിന് മനസ്സിലായി. അവൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ ഒരു സങ്കടത്തോടു കൂടിയാണ് അവൻ ഹൈവേയിൽ വന്നിട്ട് എൽസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും. അവൻ എൽസയെ ഫോൺ വിളിക്കുന്ന സമയത്ത് എൽസയാണെങ്കിൽ അവന്റെ ഓപ്പോസിറ്റ് നടന്നു വരികയാണ്. നേരത്തെ കാറിൽ പോയ എൽസ ദേ ഇപ്പോൾ നടന്നു വരുന്നു. അതെങ്ങനെയായിരിക്കാം? എന്നാൽ അതേ സമയമായിരുന്നു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ 5 പേര് സഞ്ചരിച്ച വണ്ടിയാണെങ്കിൽ എൽസയെ ഇടിച്ചിട്ടിട്ട് പോകുന്നതും. പിന്നീട് കാണിക്കുന്നത് നേരത്തെ കാറിൽ പോയ എൽസ പിന്നെ എങ്ങനെയാണ് നടന്നു വന്നത്, അവൾക്ക് എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചത് എന്നൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ഈ എൽസ ഇതുകൂടാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഉറങ്ങുവാനായി കിടക്കുന്ന എൽസയ്ക്കാണെങ്കിൽ ഒരു കോള് വരും. അത് ജോമോന്റെ കോളായിരുന്നു. ജോമോൻ എൽസയോട് താഴെ വരുവാനായി പറഞ്ഞു. അവളെ കാത്ത് താഴെ നിൽക്കുകയാണ് ജോമോൻ. ജോമോൻ അടുത്തേക്ക് ചെന്നപ്പോൾ ജോമോൻ പറയുന്നത് നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കരുതെന്ന്, എന്റെ വൈഫ് ഉണ്ട് അവിടെ, പിന്നെ നീ എന്തിനാ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നത്, ഞാൻ പറഞ്ഞ കാശ് നിനക്ക് തരാം, നീ എന്നോടൊപ്പം വരുവാനായിട്ടും ജോമോൻ പറയുന്നു. എന്നാൽ എൽസയാണെങ്കിൽ ജോമോനുമായി സംസാരിക്കുന്നതെല്ലാം വിൻസെന്റ് കാണുന്നുണ്ടായിരുന്നു. വിൻസെന്റ് ആരാണ്? എൽസയുടെ സഹോദരൻ. വിൻസെന്റിനാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടമാകുന്നതേയില്ല. ജോമോനൊപ്പം പോകുവാനായിട്ട് റെഡിയാകുവാൻ എൽസയാണെങ്കിൽ തന്റെ റൂമിലേക്ക് വരുന്ന സമയം വിൻസെന്റ് ആണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ നിന്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തൊന്നും പോകരുതെന്ന്. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് എൽസ കൂട്ടാക്കിയതേയില്ല. എൽസയാണെങ്കിൽ റെഡിയായി ജോമോനൊപ്പം പോകുന്നു. അതെല്ലാം നോക്കി നിൽക്കുകയാണ് വിൻസെന്റ്. വിൻസെന്റിനോട് അവന്റെ ഭാര്യ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവളെ അങ്ങ് വിവാഹം കഴിപ്പിച്ചു വിടണമെന്ന്. ആളുകളൊക്കെ അതും ഇതും ഒക്കെ പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇവളുടെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നൊക്കെ വിൻസെന്റിനോട് ഭാര്യ പറയുന്നു. അതിന് മറുപടിയായിട്ട് വിൻസെന്റ് എന്ത് പറയാനാ, അനിയത്തിയാണെങ്കിൽ സഹോദരൻ പറയുന്നത് ഒരു വാക്ക് പോലും കേൾക്കുന്നതേയില്ല. മറ്റൊരു വശത്ത് ജോമോനും എൽസയും എത്തിയത് കാടിനുള്ളിലെ ആരും കടക്കാത്ത ഒരു ചെറിയൊരു ബിൽഡിംഗിലേക്കാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലൊക്കെ ഏർപ്പെടും. എന്നാൽ അത് കഴിഞ്ഞ് വെപ്രാളപ്പെട്ട് തന്റെ വീട്ടിലേക്ക് ഓടി വന്ന എൽസയാണെങ്കിൽ കാറിന്റെ കീ തിരക്കുന്നു. അത് കാണുന്ന വിൻസെന്റ് ആണെങ്കിൽ എന്തിനാ നീ ഇപ്പോൾ കാറിന്റെ കീ നോക്കുന്നതെന്ന് പറയുമ്പോൾ ചേട്ടാ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം കാറിന്റെ കീ തരുവാനായി പറഞ്ഞു. അങ്ങനെ വിൻസെന്റ് വേറെ വഴിയില്ലാതെ കാറിന്റെ കീ ആണെങ്കിൽ എൽസയ്ക്ക് നൽകി. അവൾ അതും വാങ്ങി കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ പോകുന്നത് നമ്മുടെ ആഷിക്കിനെ കാണുവാനായിട്ടാണ്. അതും ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക്. അവിടെ വെച്ച് ആഷിക്കിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. കാശാണ് ചോദിക്കുന്നതും. എന്നിട്ട് ആഷിക്ക് അറിയാതെയാണെങ്കിൽ ആഷിക്കിന്റെ പേഴ്സും അവൾ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ ആഷിക്കിനെ കണ്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പോകുന്ന സമയത്തായിരുന്നു വഴിയിൽ വെച്ച് കാറ് നിന്ന് പോകുന്നതും. അപ്പോഴാണ് ആ 5 പയ്യന്മാരെയും എൽസ കാണുന്നതും പിന്നീട് കാറ് സ്റ്റാർട്ടായി പോകുന്നതുമൊക്കെ കാണിച്ചല്ലോ. അതിനുശേഷം എൽസ നേരെ പോകുന്നത് വീണ്ടും ആ പഴയ ബിൽഡിങ്ങിലേക്കാണ്.
അവിടെ അകത്ത് കയറി എൽസയാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന ആഷിഖിന്റെ പേഴ്സ് ആണെങ്കിൽ ആ ഒരു റൂമിന്റെ മൂലയിലേക്ക് ഇട്ടിട്ട് പേടിച്ചാണ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതും. അവിടെ എന്തോ ദുരൂഹത നിറഞ്ഞ സംഭവമുണ്ട്, അതെന്താണെന്ന് കാണിക്കുന്നില്ല. എൽസ നേരെ കാറിൽ കയറുന്ന സമയത്ത് വീണ്ടും കാറ് സ്റ്റാർട്ടാകുന്നില്ല. അവൾക്ക് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. കാറിന് മുകളിലൂടെ ഒരു മരച്ചില്ല വന്ന് വീഴുമ്പോൾ പേടിച്ചവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അങ്ങനെ അവൾ റോഡിലേക്കും എത്തുന്ന സമയത്താണ് അവൾ നീനയെ വിളിക്കുന്നതും. ദേ, ആഷിഖാണെങ്കിൽ എന്നെയും ജോമോനെയും കണ്ടു, നമ്മൾ തമ്മിലുള്ള ബന്ധം ആഷിഖിന് മനസ്സിലായെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാണ് നീനയെ അവൾ വിളിക്കുന്ന ആ ഒരു സംഭവം കാണിക്കുന്നതും. അപ്പോഴാണ് നീന വിളിച്ച് ആഷിഖിനോട് പറഞ്ഞു കൊടുക്കുന്നതും. അങ്ങനെ ആഷിഖ് എൽസയെ കാത്ത് ഹൈവേയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അവൾ റോഡ് ക്രോസ് ചെയ്ത് വരുന്നതും ആ 5 പയ്യന്മാർ വന്ന വണ്ടി ഇടിച്ചു തെറിപ്പിക്കുന്നതും അവൾ അവിടെ വെച്ച് മരണപ്പെടുന്നതും ആഷിഖ് അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നതും. ആഷിഖാണെങ്കിൽ എൽസയുടെ ഡെഡ് ബോഡിക്ക് അടുത്തിരിക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ തോക്കുമുണ്ടല്ലോ. മറ്റൊരു വശത്ത് സോളമൻ ആണെങ്കിൽ കാറും ഓടിച്ചു പോവുകയാണല്ലോ. അതേസമയം സോളമന്റെ കാറിന് മുന്നിലേക്ക് എന്തോ വന്ന് വീഴുന്നു. എന്തിനോ അവൻ ഇടിക്കുകയാണ് ചെയ്തതും. അതെന്തെന്നറിയുവാനായിട്ട് പുറത്തിറങ്ങി നോക്കും. കാറിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കുന്നു. എന്തെന്നറിയുവാനായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ആരെയോ ഇടിച്ചു തെറിപ്പിച്ചിരിക്കുകയാണ്. അയാളും സ്പോട്ടിൽ മരണപ്പെട്ടു. പേടിച്ചു നിൽക്കുകയാണ് സോളമൻ. മറ്റൊരു വശത്ത് എൽസയെ ഇടിച്ചതിന് ശേഷം ആ ഒരു 5 പേരും കുറെ ദൂരം മുന്നോട്ട് വന്നിട്ട് വണ്ടിയും ഒതുക്കി നിൽക്കുകയാണ്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് അവർ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഫോണിലെ അത് തെറിച്ച് തറയിൽ വീണിരുന്നു. ആ ഒരു വിവരം വിജയ്ക്ക് മനസ്സിലായി. വിജയ് പറയുന്നത്, എടാ, ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഫോൺ തറയിൽ പോയില്ലേ, അതിലല്ലേ അഞ്ജലിയുടെ 2ാമത്തെ വീഡിയോ ഉള്ളത്. അതങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പാവമാടാ, അത് അഞ്ജലിയെ ബാധിക്കും. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ പോയി മൊബൈൽ എടുക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിജയ് അവിടേക്ക് നടന്നു പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് എൽസയുടെ ഡെഡ് ബോഡിക്ക് അടുത്തിരിക്കുകയാണല്ലോ ആഷിഖ്. അവന്റെ കയ്യിൽ തോക്കുമുണ്ട്. അതേസമയം തന്നെ അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരും. അതിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിവരം തിരക്കുമ്പോൾ ആഷിഖ് പറയുന്നത്, സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു 5 പയ്യന്മാർ ഒരു വണ്ടിയിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ചതാ. അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ, നിന്റെ കയ്യിൽ തോക്കൊക്കെയുണ്ടല്ലോ, നീ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? നീ കൊന്നിട്ട് അവസാനം ഇത് മറ്റുള്ളവരുടെ തലയിൽ ഇട്ടുകൊടുക്കുന്നതാണോ എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കും. അപ്പോഴും ആഷിഖ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കും, നിനക്ക് ഈ പെൺകുട്ടിയെ അറിയത്തില്ല എങ്കിൽ നിനക്ക് ആ ജീപ്പിലിരിക്കുന്ന പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കും. ആഷിഖ് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജാസ്മിൻ ആ ജീപ്പിലിരിക്കുകയാണ്. എടാ, പ്ലാൻ ചെയ്ത് ആ ഒരു സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കാൻ നോക്കിയല്ലേ, പൈസ കൊണ്ടുപോകാൻ. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം അവിടുത്തെ ക്യാമറയിൽ റെക്കോർഡായി. അത് നിങ്ങൾ ഓഫ് ചെയ്യാൻ മറന്നുവല്ലേ? നീയൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അതിൽ റെക്കോർഡായിട്ടുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യുന്നതെല്ലാം അതിൽ കേൾക്കുവാനായും പറ്റുമെന്നും ഇൻസ്പെക്ടർ പറയുന്നു. അങ്ങനെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു. ദേ ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ആഷിഖിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് മറ്റു പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് എൽസയുടെ ബോഡിയുടെ കാര്യമൊക്കെ നോക്കുവാനായി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ മറ്റു പോലീസുകാരും ആംബുലൻസും ഫോറൻസിക് വിഭാഗവും ഒക്കെ അവിടെ എത്തി പരിശോധന നടത്തുകയും എൽസയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയമായിരുന്നു വിജയ് അവിടേക്ക് വന്നതും. ആർക്കും സംശയം തോന്നാത്ത വിധം മൊബൈൽ ഫോൺ അവിടെ ആകെ പരിശോധിക്കുന്നു. അങ്ങനെ വിജയ്ക്ക് മൊബൈൽ ഫോൺ കിട്ടുകയാണ്. എന്നാൽ വിജയ് അവിടെ എന്തോ കാര്യമായി അന്വേഷിക്കുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടർ കാണുന്നു. അവൻ മൊബൈലും എടുത്ത് നടന്നു പോകുന്ന സമയത്ത് പോലീസുകാരന് ഇവനും ഇതിൽ പങ്കുണ്ടോ, ഇതിനു പിന്നിൽ ഇവനൊക്കെ ആയിരിക്കുമോ എന്ന സംശയം തോന്നി വിജയെ ഓടിക്കും. വിജയ് ആണെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ 2 പോലീസുകാരാണെങ്കിൽ വിജയെ ലോക്ക് ചെയ്യും. അതേസമയം വിജയുടെ മറ്റ് 4 സുഹൃത്തുക്കളും വന്ന് പോലീസുകാരെ അടിച്ചിട്ടിട്ട് വിജയെയും കൂട്ടി ആ ഒരു വാനിൽ അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നതും. ഈ വന്നിട്ട് പോയ 5 പേരെയും കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് മറ്റു പോലീസുകാരാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പോലീസുകാർക്കും വിവരവും കൊടുക്കുന്നു. മറ്റൊരു വശത്ത് സോളമനാണെങ്കിൽ ഒരാളെ ഇടിച്ചിട്ടല്ലോ, അയാൾ മരിച്ചും കഴിഞ്ഞല്ലോ. സോളമനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു ഓട്ടോക്കാരനും ഒരു പയ്യനും കൂടി വരുന്നു. അവിടെ എന്തോ വശപ്പിശ കാണല്ലോ എന്ന് മനസ്സിലാക്കിയ ഓട്ടോക്കാരൻ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആ ഒരു ആളിനെയാണ് കാണുന്നത്. ഇതെങ്ങനെയാ സംഭവിച്ചത്, നിങ്ങൾ ഇയാളെ കൊന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്ന സംഭവം സോളമൻ പറയുന്നു. എന്നാൽ അയാളാണെങ്കിൽ ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിക്കുവാനായി പോകുന്ന സമയം തന്നെ അയാളുടെ സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞൊരു കോൾ വരും. അങ്ങനെ അയാളാണെങ്കിൽ അവിടെ നിന്ന് പോകുവാനായും റെഡിയാകുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഈ വിവരം പോലീസിൽ അറിയിച്ചിട്ടേ പോകൂ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് കേട്ട് സോളമന് വല്ലാത്ത ടെൻഷൻ. ഇനി ഇതിവിടെ ഇട്ടിരുന്നാൽ ശരിയാകില്ല. എന്തായാലും ഈ ഡെഡ് ബോഡി ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാമെന്ന് കരുതി സോളമൻ ആണെങ്കിൽ ആ ഡെഡ് ബോഡി പൊതിഞ്ഞ് തന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുന്നു.
അതേ സമയമായിരുന്നു ആഷിഖിനെയും ജാസ്മിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്ന ആ ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വന്നതും. സോളമന്റെ കാറ് കണ്ട് എന്തോ പന്തികേട് തോന്നിയ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി സോളമന്റെ അടുത്ത് വന്നിട്ട്, എന്താടാ ഈ സമയത്ത് ഇവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഉടായ്പ വല്ലതുമുണ്ടോ? നിന്റെ ലൈസൻസ് എടുക്കുവാനൊക്കെ പറയുന്നു. അങ്ങനെ സോളമൻ ലൈസൻസ് ഒക്കെ എടുത്തു കൊടുത്തു. എന്നാലും സംശയം തോന്നുന്ന ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ കാറ് മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ഡിക്കിയിലുണ്ടായിരുന്ന ഡെഡ് ബോഡി കാണുന്നു. എന്താടാ ഇത്, നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നടന്ന കാര്യം സോളമൻ പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് പോലീസ് ഇൻസ്പെക്ടർ കൂട്ടാക്കുന്നില്ല. നീ ഒരാളെ കൊന്ന് ഡിക്കിയിലാക്കിയിട്ട് കള്ളം പറയുന്നു, വാ നീയും വന്ന് ജീപ്പിൽ കയറ് എന്ന് പറഞ്ഞ് സോളമനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഡിക്കിയിലുണ്ടായിരുന്ന ഡെഡ് ബോഡി ആരുടേതെന്ന് കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, ജോമോന്റെ ഡെഡ് ബോഡി തന്നെയായിരുന്നു. എൽസ പ്രണയിക്കുന്ന ജോമോനില്ലേ, ആ ജോമോന്റെ ഡെഡ് ബോഡി. പിന്നീട് കാണിക്കുന്നത് ജോമോന്റെ ഡെഡ് ബോഡി അവിടെ എങ്ങനെ വന്നു എന്നതാണ്. അന്ന് രാത്രി എൽസയാണെങ്കിൽ ജോമോനൊപ്പം സംസാരിക്കുന്നതും അവനൊപ്പം പോകുന്നതും എൽസയുടെ സഹോദരനായ വിൻസെന്റ് കണ്ടല്ലോ. വിൻസെന്റ് ആണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. തന്റെ സഹോദരി എന്തിനാ ഈ നേരത്ത് അവനൊപ്പം പോകുന്നത് എന്നൊക്കെയാണ് വിൻസെന്റ് ചിന്തിച്ചതും. കുറെ നേരം കഴിഞ്ഞതും വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് വന്ന എൽസയാണെങ്കിൽ കാറിന്റെ ചാവിയും വാങ്ങി അവിടെ നിന്ന് പോകുന്നതും വിൻസെന്റ് ശ്രദ്ധിച്ചല്ലോ. അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുവാനായിട്ട് വിൻസെന്റ് ആണെങ്കിൽ എൽസയെ ഫോളോ ചെയ്തു. ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ് എത്തിയതും. അതിനകത്ത് എന്താണെന്ന് അറിയുവാനായിട്ട് അവൻ ആ ബിൽഡിംഗ് ആകെ പരിശോധിക്കുമ്പോൾ ഒരു മൂലയിൽ മരിച്ചു കിടക്കുന്ന ജോമോനെയാണ് വിൻസെന്റ് കാണുന്നതും. അത് കണ്ടതും വിൻസെന്റ് ചിന്തിക്കും, അയ്യോ ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും എന്റെ സഹോദരി കുടുങ്ങും. അവളെ ഇത് ബാധിക്കാൻ പാടില്ല. അതിനു മുൻപ് ഈ ബോഡി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് ചിന്തിച്ച് വിൻസെന്റ് ആണ് ആ ഒരു ഡെഡ് ബോഡി പൊതിഞ്ഞ് തന്റെ വണ്ടിയിലേക്ക് എടുത്തതും ആരും അറിയാത്ത ഒരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുവാനായിട്ടും തീരുമാനിച്ചു വരുന്നതും. എന്നാൽ വിൻസെന്റ് ആണെങ്കിൽ ഒരു പാലത്തിന് മുകളിൽ എത്തുന്ന സമയത്ത് ഡെഡ് ബോഡി കാറിന്റെ ഡിക്കിയിൽ നിന്നെടുത്ത് താഴേക്കിടുന്നു. അപ്പോഴാണ് താഴെ കൂടി പോകുന്ന സോളമന്റെ കാറിന് മുകളിൽ വന്ന് വീഴുന്നതും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നാൽ മറ്റൊരു വശത്ത് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ട സോളമൻ ആണെങ്കിൽ പോലീസിൽ നിന്നും രക്ഷപ്പെടുവാനായി ശ്രമിക്കും. എന്നാൽ പോലീസ് ആണെങ്കിൽ ഒരു ഘട്ടത്തിൽ സോളമനെ പിടികൂടുന്നു. ജോമോന്റെ ഡെഡ് ബോഡിയും കൊണ്ട് കളഞ്ഞിട്ട് നേരെ വിൻസെന്റ് വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഷർട്ടാണെങ്കിൽ കത്തിച്ച് കളയുകയാണ്. ഷർട്ടിലാണെങ്കിൽ രക്തവും പറ്റിയിരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു 5 പേരും വണ്ടിയിൽ പോവുകയാണല്ലോ. അവരെയും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവരെയും ഒരു ഘട്ടത്തിൽ പോലീസ് പിടികൂടുന്നു. എന്നാൽ അതേ സമയം തന്നെ വിൻസെന്റ് ആണെങ്കിൽ ആരെയോ ഫോൺ വിളിക്കുകയാണ്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. വിൻസെന്റ് വിളിക്കുന്നത് മറ്റാരെയുമല്ല, സോളമനെ തന്നെയായിരുന്നു. സോളമന്റെ ഫോണിൽ വിൻസെന്റിന്റെ കോൾ വന്നുകൊണ്ടേയിരിക്കും. ബ്രദർ എന്നാണ് എഴുതിയിരിക്കുന്നതും. സത്യത്തിൽ ഇവർ 2 പേരും സഹോദരങ്ങളാണ്. എൽസയ്ക്ക് 2 സഹോദരങ്ങളുണ്ട്, സോളമനും വിൻസെന്റും. അതിൽ മൂത്ത സഹോദരനാണ് സോളമൻ, രണ്ടാമത്തെ സഹോദരനാണ് വിൻസെന്റ്. ഈ വിൻസെന്റ് ജോമോന്റെ ഡെഡ് ബോഡി പാലത്തിൽ നിന്നും താഴേക്കിട്ടത് നേരെ വന്ന് വീണത് സോളമന്റെ കാറിലായിരുന്നു. പക്ഷെ അക്കാര്യം വിൻസെന്റിന് അറിയത്തില്ലല്ലോ. വിൻസെന്റ് അത് മനഃപൂർവ്വം ചെയ്തതുമല്ല, അറിയാതെ പറ്റിപ്പോയത്. സോളമനാണ് അതിൽ പണി കിട്ടിപ്പോയതും. പക്ഷെ ആ കാര്യമൊന്നും വിൻസെന്റിന് അറിയത്തേയില്ല. വിൻസെന്റ് ആണെങ്കിൽ തന്റെ ജ്യേഷ്ഠനെ പോലീസ് പിടിച്ചതൊന്നും അറിയാതെ തുരുതുരാ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ സോളമൻ ആണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല. ജോമോൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നാൽ എൽസ കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ജോമോന്റെ ജീവിതമായിരുന്നു. അവന് സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടായിട്ടേയില്ല. അത്രയ്ക്കും എൽസ അവനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് കാശിന് വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും എൽസയെ കൊല്ലണമെന്ന് തീരുമാനിച്ചാണ് അന്ന് ജോമോൻ അവളുടെ വീട്ടിൽ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ് ജോമോൻ എൽസയും കൂട്ടി വന്നത്. അവിടെ വെച്ച് എൽസയോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറിയതിനു ശേഷം അവളെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കിയ എൽസയാണെങ്കിൽ തന്റെ കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് ജോമോന്റെ തലയ്ക്കടിക്കുന്നതും. അവിടെ വെച്ച് ജോമോൻ മരണപ്പെട്ടു. ആ ഒരു ടെൻഷനിലാണ് എൽസ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് വന്ന് കാറിന്റെ ചാവിയും വാങ്ങി എൽസ പോകുന്നതും. എങ്ങോട്ടാണ് പോകുന്നതെന്നാൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. എന്തെന്നാൽ താൻ കാരണം ജോമോൻ മരണപ്പെട്ടല്ലോ, അപ്പോൾ താൻ കുടുങ്ങാൻ പാടില്ല. പകരം ആഷിഖിനെ കൊടുക്കാമെന്ന് ചിന്തിച്ച് സൂപ്പർ മാർക്കറ്റിലെത്തി ആഷിഖിന്റെ പേഴ്സും ഒപ്പിച്ച് എൽസയാണെങ്കിൽ ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയം തന്നെയായിരുന്നു വിൻസെന്റ് ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് എത്തിയതും അവിടെ മരിച്ചു കിടക്കുന്ന ജോമോനെ കണ്ടതും ആ ഒരു ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റുവാനായി തീരുമാനിച്ച് ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് പോകുന്നതും. അങ്ങനെ എൽസ പഴയ ബിൽഡിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ജോമോന്റെ ഡെഡ് ബോഡി കാണുന്നില്ല. പേടിച്ച എൽസയാണെങ്കിൽ പേഴ്സ് അവിടെ ഇട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അങ്ങനെ അവൾ ഹൈവേയിൽ എത്തുന്ന സമയത്താണ് അവൾ ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെടുന്നതും. ജോമോൻ മരണപ്പെട്ടതറിയാതെ ജോമോന്റെ പ്രഗ്നന്റ് ആയ വൈഫാണെങ്കിൽ അവനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സോളമനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോമോനെ കൊന്ന കുറ്റത്തിനാണ്. അതേസമയം തന്നെ ഈ സോളമന്റെ കാറിൽ എന്തോ കടത്തുകയായിരുന്നല്ലോ. അതിന്റെ യഥാർത്ഥ ഓണർ വന്നിട്ട് ആരും അറിയാതെ കാറിൽ നിന്ന് ആ സാധനവും എടുത്തുകൊണ്ട് പോകുന്നു. ഈ സോളമനെയാണെങ്കിൽ ആ ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനും ജയിലിൽ പോവുകയാണ്.
മറ്റൊരു വശത്ത് 5 പേരെയും പോലീസ് പിടിച്ചിട്ടുണ്ടല്ലോ. പോലീസുകാരെ തല്ലിയ കുറ്റത്തിനും മാത്രമല്ല എൽസയെ ആക്സിഡന്റ് ആക്കി കൊലപ്പെടുത്തിയ കേസിലും അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നിരന്തരമായി ജയിലിലുമാക്കുന്നു. ആ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആകെ വ്യാപിക്കുകയാണ്. ആ കാര്യം അഞ്ജലി കാണുന്നു. അഞ്ജലിയെ ചതിച്ചതല്ലേ വിജയ്, എന്നിട്ട് വീഡിയോ വെച്ചല്ലേ അവന്റെ കൂട്ടുകാരന്മാരെല്ലാവരും ബ്ലാക്ക്മെയിൽ ചെയ്ത് അവളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത കാണുന്നതും അഞ്ജലിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു. എന്നാൽ ആഷിഖിനെയും ജാസ്മിനെയും പോലീസ് പിടിച്ചിട്ടുണ്ടല്ലോ. അവരെ സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതും. കുറച്ചുനാൾ ജയിലിൽ കിടന്ന് അവരും പുറത്തേക്കിറങ്ങും. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മൾ അറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.